നമ്മൾ ഫണ്ട് തരാത്തത് മൂലം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ നിരന്തരം പല സമരമുറയിലൂടെയും കൗൺസിൽ യോഗങ്ങളിലൂടെയൊക്കെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ ഒരു പടിഞ്ഞാറൻ മേഖലയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ കൂടുതൽ കൈക്കൊണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് കൂടുതലായിട്ടും BJP ഭരിക്കുന്ന വാർഡുകളാണ് ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ളത് എന്നത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർഡ് കൗൺസിൽ ഇതിന് വന്നപ്പോൾ ഞങ്ങൾ ചെയർമാനോട് പറഞ്ഞതാ ഇത് ശരിയാക്കി തരാൻ പറഞ്ഞപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഒച്ചയും ബഹളവും ഒക്കെയായി. ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ഞാൻ വത്സലാൻ്റെ വീടിന് മുമ്പത്ത് ഉരുണ്ട് വീഴാൻ പോയതാണ്. അത്രയും വെള്ളമാണ്. ഒരു വണ്ടിക്കാരൻ പോയാൽ അയാൾ ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. ഈ റോഡ് എന്താണ് നന്നാക്കാത്തതെന്ന് ചോദിക്കണുള്ളൂ. ഞങ്ങൾ ഇവർക്ക് എന്താണ് കൊടുക്കാത്തത് പൈസ? ഇവർ മേടിക്കാൻ വേണം, അവർ കൊടുക്കുകയും വേണം. അവർ കൊടുക്കില്ല. അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതാണ്. ഇവർക്ക് അവർ 12 ലക്ഷം എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ 7 ലക്ഷം ഇവർക്ക് കൊടുക്കും. നമ്മൾ പേപ്പർ വായിക്കണമല്ലോ. അപ്പോൾ പറയണത് അത് അങ്ങനെയാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മര്യാദ? കൊടുങ്ങല്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. സ്കൂള്, ആയുർവേദ ആശുപത്രി, അംഗൻവാടി, അമ്പലം എല്ലാം അവിടത്തേക്ക് നല്ലോണം ആൾക്കാർ വരുന്നതാണ്. ഞങ്ങൾ തന്നെ 2-3 പ്രാവശ്യം വണ്ടിയുമ്പോൾ പോകുമ്പോൾ സത്യം പറഞ്ഞിപ്പോൾ തണ്ടൽ എല്ല് ഡോക്ടറെ കാണേണ്ട ഒരു ഗതികേടാണ് ഇപ്പം നിലനിൽക്കുന്നത്. അത് നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 46-ാം വാർഡിലാണെന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ റോഡുകളുടെ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, കുഴികൾ നിറഞ്ഞിട്ടുള്ള റോഡുകളാണ്. അപ്പോൾ ഇതിൽ ഒരു പരിഹാരം കാണാനായിട്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ LDFിൻ്റെ കൗൺസിലർമാർ അല്ലാത്ത വാർഡുകളിലേക്ക് ഫണ്ട് നൽകുന്നില്ല എന്നുള്ള ഒരു വലിയ ആരോപണമായിട്ട് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള BJP മുന്നോട്ട് വന്നിട്ടുമുണ്ട്. ഈ സമയത്ത് ഈ 46-ാം വാർഡിലെ അവസ്ഥ നമ്മൾക്കൊന്ന് ഇവിടെയുള്ള ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ശാലിനി വെങ്കടേഷ് എന്നാണ് പേര്. ഈ വാർഡിലെ കൗൺസിലറാണ്. ഓക്കെ. ഇപ്പോൾ ചേച്ചി, നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ വാർഡിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുള്ള നിലയിൽ ഈ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാരണം എന്താണ്? അതായത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ 44-ാം വാർഡ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ വാർഡാണ്. ഈ വാർഡിൽ കടുത്ത വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഏകദേശം 14ഓളം റോഡും ഉള്ളൊരു വാർഡാണ്. ഈ വാർഡ് ഇപ്പോൾ 46-ാം വാർഡാണ്. ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് 46-ാം വാർഡായിട്ടാണ് ഈ പ്രദേശം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന ഫണ്ടുകൾ നമ്മൾ BJP പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് നഗരസഭ അനുവദിക്കുന്ന ഫണ്ടുകൾ വളരെ കുറവാണ്. നമ്മളൊരു റോഡ് ഉദ്ദേശം അത് പൂർത്തിയാക്കാനായിട്ട് ഒരിക്കലും സാധിക്കാറില്ല. ഈ വാർഡിൻ്റെ പ്രശ്നം വെള്ളക്കെട്ടായതുകൊണ്ട് തന്നെ കാനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു വികസനമാണ് ഇവിടെ പ്രധാനമായിട്ട് നടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ അതും പൂർത്തീകരിക്കാൻ നമുക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെയൊക്കെ കുഴികൾ നികത്താൻ വേണ്ടിയിട്ട് ഓൺ ഫണ്ടിൽ നിന്നും ഫണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ചെയ്തിട്ടും ഇതുവരെ ഓൺ ഫണ്ടിൽ നിന്ന് ഫണ്ടുകൾ അനുവദിച്ച് തന്നിട്ടില്ല. ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഓൺ ഫണ്ട് വെക്കുകയും എന്നാൽ അത് AXയിൽ നിന്ന് അനുവാദം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. പിന്നെ ഇലക്ഷൻ പ്രക്രിയയിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ആയൊരു മൂഡിലേക്ക് പോയത് കൊണ്ട് തന്നെ പല നഗരസഭയുടെ പല ഔദ്യോഗിക കാര്യങ്ങളും കൃത്യനിർവഹണത്തിന് താമസം നേരിടുന്ന ഒരവസ്ഥയാണുള്ളത്. ചേച്ചി, ഇപ്പോൾ സ്കൂളുകളോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോണ്ടോ? തീർച്ചയായിട്ടും ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ടുള്ള നമ്മുടെ LP കുട്ടികൾ പഠിക്കുന്ന തിരുവള്ളൂർ സ്കൂള്, തിരുവള്ളൂർ ക്ഷേത്രം, തിരുവള്ളൂർ NHM ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഫുഡ് ഇൻസ്പെക്ടറുടെ ഓഫീസ് തുടങ്ങി നിരവധി കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടേക്കൊക്കെ ഉള്ളൊരു റോഡാണിത്. ഈ സ്കൂൾ കുട്ടികൾ നിരന്തരം ഇവിടെ വീഴുകയും അതുപോലെ സ്കൂട്ടർ യാത്രികർ വീഴുകയൊക്കെ ചെയ്യുന്ന ദുരന്തമായ അനുഭവമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ഒരു വാർഡ് സഭയിൽ നമ്മൾ ചെയർപേഴ്സൻ്റെ അടുത്ത് വാർഡ് സഭ അംഗങ്ങൾ മൂലം തന്നെ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ റോഡിനെങ്കിലും പ്രത്യേകിച്ച് പരിഗണിക്കണമെന്നുള്ളത്. പക്ഷേ ഇതുവരെ യാതൊരു നടപടികളും നമുക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഓരോ വാർഡുകളെയും അവസ്ഥ അല്ലെങ്കിൽ ഫണ്ട് കിട്ടാത്ത അവസ്ഥ ഒരു വിഷയമായിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. വലിയ പ്രതിഷേധമൊക്കെ ആയിട്ട് പല ഘട്ടങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിവരം ഈ നമ്മൾ ഫണ്ട് തരാത്തത് മൂലം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ നിരന്തരം പല സമരമുറയിലൂടെയും കൗൺസിൽ യോഗങ്ങളിലൂടെയൊക്കെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ ഒരു പടിഞ്ഞാറൻ മേഖലയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ കൂടുതൽ കൈക്കൊണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് കൂടുതലായിട്ടും BJP ഭരിക്കുന്ന വാർഡുകളാണ് ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ളത് എന്നത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരിത് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെ ഒരു നിങ്ങളോട് മാത്രം ഒരു വിവേചനം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കാം? ഭാവിയിൽ അവർക്ക് ഈ ഒരു വാർഡിൽ ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ BJPക്കെതിരെ ഒരു
ആയുധമാക്കാനുള്ളൊരു സംഭവമായിട്ട് മാത്രമായിരിക്കുമോ ഇത് കാണുന്നത്? അതും ഒരു വിഷയം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂലം ഒരു വികസനം സംഭവിക്കുന്നില്ല എന്നത് വരുത്തി തീർക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ആ നിലവിലുള്ള ജനപ്രതിനിധിയോട് അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളോട് ഒരു വിരോധം തോന്നാം. കാരണം ഞാനിവിടെ 3ാമത്തെ ടേമാണ് കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ 3 ടേമും ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ടേമിൽ മാത്രമാണ് എനിക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് റോഡ് വികസനം പോലുള്ള വികസനം ചെയ്യാൻ സാധിക്കാത്തത്. അതിന് ഫണ്ട് തീർച്ചയായിട്ടും നഗരസഭ അനുവദിച്ച് തന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു പെൻഷനുകളോ അല്ലെങ്കിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നഗരസഭയിലൂടെ നമുക്കും അല്ലാതെയൊക്കെ നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ റോഡ് പോലുള്ള വികസനം നഗരസഭ ഫണ്ട് അനുവദിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഇവിടെയുള്ള വോട്ടർമാരെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തീർച്ചയായിട്ടും വാർഡ് സഭയിൽ കഴിഞ്ഞ ഈ ലാസ്റ്റ് വാർഡ് സഭയിൽ ഇതിനെപ്പറ്റി വലിയൊരു ജനരോഷം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ജനങ്ങളെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഈ റോഡിലൂടെ നിരന്തരം പോകുന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, കുട്ടികൾ വീഴുന്ന അവസ്ഥ, അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായപ്പോഴും അല്ലാതെയും ഞാൻ ഈ വിഷയം ഞങ്ങളുടെ സമരമുറയിലൂടെയും ഒക്കെ അത് വാർഡ് ഗ്രൂപ്പിലൂടെയൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചേച്ചി നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? ശാന്ത. ഓക്കെ. ഈ പറപ്പള്ളി എന്ന് പറയുന്ന ഈ വാർഡിലെ ഒരു താമസക്കാരിയല്ലേ? അതെ. ചേച്ചി, ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ വിഷയം വ്യാപകമായിട്ട് ചർച്ചയായിരിക്കുന്ന ഒരു സമയമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കെടുക്കുന്നതെന്നാണ് ചേച്ചിയുടെ ഒരു അറിവ്? അത് വാർഡ് കൗൺസിലർ ഇതിന് വന്നപ്പോൾ ഞങ്ങൾ ചെയർമാനോട് പറഞ്ഞതാ, ഇത് ശരിയാക്കി തരാൻ പറഞ്ഞപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഒച്ചയും ബഹളവും ഒക്കെയായി. ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ഞാൻ വത്സലാൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് ഉരുണ്ട് വീഴാൻ പോയതാണ്. അത്രയും വെള്ളമാണ്. ഒരു വണ്ടിക്കാരൻ പോയാൽ അയാൾ ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. ഈ റോഡ് എന്താണ് നന്നാക്കാത്തതെന്ന് ചോദിക്കണുള്ളൂ. ഞങ്ങൾ ഇവർക്ക് എന്താണ് കൊടുക്കാത്തത് പൈസ? ഇവർ മേടിക്കാൻ വേണം, അവർ കൊടുക്കുകയും വേണം. അവർ കൊടുക്കില്ല. അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതാണ്. ഇവർക്ക് അവർ 12 ലക്ഷം എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ 7 ലക്ഷം ഇവർക്ക് കൊടുക്കും. നമ്മൾ പേപ്പർ വായിക്കണമല്ലോ. അപ്പോൾ പറയണത് അത് അങ്ങനെയാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് മര്യാദ? അപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യണവർ ആരായി? ഈ റോഡ് നന്നായി കിട്ടിയാൽ ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും കുഴപ്പമില്ല. റോഡ് അത്രയും ദയനീയ അവസ്ഥയാണ്. ദയനീയ അവസ്ഥ കണ്ടുവിടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. തിരുവള്ളൂർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ 3 വയസ്സായ കിടാങ്ങൾ അംഗനവാടി വരുന്നുണ്ട്. 90 വയസ്സായവർ ആയുർവേദത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പിള്ളേർ സ്കൂളിൽ 4ാം ക്ലാസ് വരെ വരുന്നുണ്ട്. അവർ ആ കുരുണ്ട് വീഴാണ്. മനുഷ്യന്മാരല്ല ഇപ്പോൾ പോണതല്ലേ, മൃഗങ്ങളൊന്നുമല്ലല്ലോ. അപ്പോൾ ആ റോഡൊന്നും നന്നായി കിട്ടണം. ഞങ്ങൾക്ക് അത് മാത്രം പറയാനുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരാളെയും കുറ്റം പറയാനില്ല. ഈ ജനങ്ങളുടെ ഒരു ജനരോക്ഷം അതിപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടത്തിനെതിരെയാണോ അല്ലെങ്കിൽ കൗൺസിലർക്കെതിരെയാണോ? കൗൺസിലർ നമ്മൾ പറയാൻ പറ്റില്ല. കൗൺസിലർ അവിടെ നിന്ന് കിട്ടിയെങ്കിൽ മേടിച്ചോടൂ. അവരും ഉഷാറാക്കണം കാര്യങ്ങൾ. അപ്പോൾ അവർ കൊടുക്കണില്ല എന്നാണ് ഇവർ പറയണത്. അവരും കൊടുക്കണില്ല. അവരെ വാർഡിലൊക്കെ നല്ല റോഡുകളാണ്. 2ാം വാർഡിലെ റോഡൊക്കെ ഒരുവിധം തിരക്കില്ലാത്ത ഞങ്ങൾ അവിടെയും പോയി കാണാനല്ലേ. അപ്പോൾ രാഷ്ട്രീയ വിവേചനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയൂല. രാഷ്ട്രീയം ഞാൻ പറയില്ല. എനിക്ക് രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയൂല. ഇത് റോഡ് എത്രയും പെട്ടെന്ന് റെഡി ആവണം. ഞങ്ങൾക്ക് റോഡ് നന്നായി കിട്ടിയാൽ മതി. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭരണമാറ്റത്തിനോ അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടം തന്നെ ആകുമെന്നുള്ള എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്കുണ്ടോ, ഒരു പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ആര് ഭരിച്ചാലും റോഡ് നന്നായി കിട്ടാൻ നല്ലവർ ഭരിക്കുക, അത്രേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് മിനി. ചേച്ചി, ഇപ്പോൾ നിങ്ങളുടെ വാർഡിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ റോഡ്, അതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നതാണല്ലോ. ഇപ്പോൾ നിലവിൽ ഇത് ഇപ്പോഴും ശരിയാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയോട് എന്താണ് പറയാനുള്ളത്? ഇത് കൊടുങ്ങല്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. സ്കൂള്, ആയുർവേദ ആശുപത്രി, അംഗൻവാടി, അമ്പലം എല്ലാം അവിടത്തേക്ക് നല്ലോണം ആൾക്കാർ വരുന്നതാണ്. ഞങ്ങൾ തന്നെ 2-3 പ്രാവശ്യം വണ്ടിയുമ്പോൾ പോകുമ്പോൾ സത്യം പറഞ്ഞിപ്പോൾ തണ്ടൽ എല്ല് ഡോക്ടറെ കാണേണ്ട ഒരു ഗതികേടാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോണതും വണ്ടിയും വന്ന് വീഴുന്നതൊക്കെയാണ്. ഞങ്ങൾക്ക് LDFൻ്റെ വാർഡിൽ കൂടി പോകണമാണ് ഞാൻ സ്ഥിരം. എന്തൊരു നല്ല റോഡാണെന്ന് അറിയാമോ? അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് മാത്രം കിട്ടണുള്ളൂ, BJPക്കാർക്ക് കൊടുക്കണില്ല എന്നാണ് ഞങ്ങൾ അറിയണത്. ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി കിട്ടണം, അത് മസ്റ്റാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ വിവേചനം നിങ്ങളുടെ വാർഡിനോട് ഉണ്ടെന്ന് തോന്നുന്നു. അതുണ്ടെന്നാണ് തോന്നണത്. മൊത്തത്തിലുള്ള ജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ഈ ഒരു റോഡിൻ്റെ അവസ്ഥയെ പറ്റിയുള്ള പ്രതിഷേധം എങ്ങനെയാണ്? ഇത് തന്നെയാണ് ഒരു 10 വർഷത്തിൽ കൂടുതലായിരുന്നോണ്ട് ഈ റോഡൊന്ന് ടാർ ചെയ്തിട്ട് പോലും. അന്ന് തുടങ്ങി ഒരു പ്രാവശ്യം പൈപ്പിന് കുഴിച്ച് പോകുമ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് കുഴിക്കാൻ വരും. അപ്പോൾ ഇപ്പുറത്തെ മണ്ണെടുത്ത് അപ്പുറത്ത്, അതാണ് ഇപ്പോൾ ഈ ഏറ്റവും വലിയ കുഴി ഉണ്ടാവാൻ കാരണം തന്നെ. പക്ഷേ ഇതിലെന്തോരം പേര് വീണിട്ടുണ്ടെന്ന് അറിയാം. ഞങ്ങളാണ് തൊട്ട് ന്യായാരണം കൊണ്ട് ഞങ്ങളാണ് ഈ ഓടി വരുന്നത് ഓരോരുത്തർ വീഴുമ്പോഴും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടണം ഞങ്ങൾക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ചേച്ചിമാരൊക്കെ പറഞ്ഞൊരു വിഷയം അത് തന്നെയാണോ ചേട്ടൻ പറയാനുള്ളത്? അത് നിങ്ങൾ വന്ന 2 ദിവസം മുമ്പ് മഴ ദിവസം വരണമായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് നേരെ മനസ്സിലാവുമായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങൾ തന്നെ കവർ ചെയ്ത വീഡിയോസ് ഉണ്ട്. ദയനീയ അവസ്ഥ, വളരെ ദയനീയ അവസ്ഥ. എന്താണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവേചനം നിങ്ങളുടെ ഒരു വാർഡിലേക്കുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ വാർഡ് കൗൺസിലർ പറയുന്നത്. അത് എത്രത്തോളം നിങ്ങൾക്ക് സ്വീകാര്യമാണ്? അത് കൗൺസിലിൽ ഉണ്ടായിരിക്കാം. അത് എന്ന് വെച്ചാൽ BJP ഭരണമായതിൻ്റെ പേരിലും LDF മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു, ഈ വാർഡ് BJP വാർഡിന് അങ്ങനെ ഒരു ഉണ്ടായിരിക്കാം. അത് അവർ കൗൺസിൽ ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണത്. പക്ഷെ അതിൽ അങ്ങനെ ഒരു വിവേചനം ഉണ്ടെങ്കിൽ അത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. കാരണം എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടം തന്നെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. എല്ലാത്തിലും രാഷ്ട്രീയമാണല്ലോ. ഇവിടെ ഭരിക്കുന്ന BJP, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കില്ല. അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും കൗൺസിലർ ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ നാടിൻ്റെ ഒരു വികസനത്തിനെതിരല്ല. നാടെന്ന് പറയുന്ന എല്ലാ പാർട്ടികളും കൂടിയതാണ്. LDFും CPM അവരെല്ലാവരും കൂടി ഒരുമിച്ച് നല്ലൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ വളർച്ച അതൊക്കെ അതിഗംഭീരമായിരിക്കും. ഇതിൽ രാഷ്ട്രീയം അതൊരു ഭയങ്കര ഒരു വിഷയമാണ്. അത് ഈ റോഡിൻ്റെ കാര്യത്തിൽ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും പാടില്ലാത്തതാണ്. പിന്നെ ഇപ്പോൾ പഴയ അവസ്ഥയല്ല, ഫണ്ടുണ്ടോ ഇല്ലേ എന്താണ് ഏതാണ്, വളരെ പഴയ അവസ്ഥയല്ല. ഇപ്പോൾ മുൻ കൗൺസിലർ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് തോന്നുന്നു ഇവിടെ റോഡ് റിപ്പയറിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കാലതാമസങ്ങൾ, പ്രശ്നം, കാര്യങ്ങൾ ഇതെല്ലാം